ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ വീട്ടിലെ ഉത്സവമായിരുന്നു എടപ്പനയം മഹാദേവ ക്ഷേത്രത്തിലെ. അങ്ങനെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ്. ഞാൻ രാവിലെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അനിയത്തിയുടെ ഹസ്ബൻഡ് അനീഷ്, അനിയൻ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ബാക്കിയുള്ളതെല്ലാം അമ്മ ഏകദേശം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചു, വെളുത്തുള്ളിയൊക്കെ പൊളിച്ചൊന്ന് സഹായിച്ചു. ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മുവും കേശുവിനെ ഒരുക്കി റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വല്യമ്മച്ചിയുടെയും ഉത്സവം ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയും കൂടെ ചേർത്ത് 8 മക്കളാണ്. അതിനകത്ത് മാമനാണെങ്കിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 പേരുണ്ട്. ഇത് മാമൻ്റെ വൈഫാണ് മാമി. അങ്ങനെ അതിനകത്ത് ഒരാളുടെ ഉത്സവമായിരുന്നു. പിന്നെ ഒരാളുടെ വീട് വടശ്ശേരിക്കരയിലാണ്. അതുകൊണ്ട് അവർക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉത്സവമെല്ലാം ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുന്നു. കാരണം റെഡിയായിട്ട് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ടീം മഹാദേവ എന്ന് പറഞ്ഞിട്ട് ചേട്ടനും എല്ലാം അതിനകത്തുണ്ട്. അവരുടെ ഡ്രസ് കോഡാണിത്. ചേട്ടൻ്റെ പഴയ ആ കളർ തന്നെയുള്ള ഡ്രസ്സാണ്. കൗശിയുടേതും കേശുവിൻ്റേതും ആ കളർ തന്നെയുള്ള പഴയ ഡ്രസ്സാണ്. കാശിയുടെ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡ്രസ്സ്. പിന്നെ ഞാനും ആ കളറിൻ്റെ തന്നെ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് പോയത്. പിന്നെ കേശു എൻ്റെ അനിയത്തിയുടെ മോനാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും റെഡിയായി ഉത്സവത്തിന് പോയി. കൗശിയുടെയും കേശുവിൻ്റെയും ഡ്രസ്സ് എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് എടുത്തതാണ്. പിന്നെ ചേട്ടൻ്റെതും പഴയതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഉത്സവത്തിന് പോയി. ഞാനാണെങ്കിൽ വീട്ടിലോട്ട് പോയി. ഇവരെ കാളയെ പിടിക്കാൻ വേണ്ടിയിട്ട് കാളയുടെ കൂടാണ് ഇവർ എല്ലാവരും കൂടെ വന്നത്. പിന്നെ കൗശി ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ ഞാൻ അവനെ അവിടെ പോയിട്ട് എടുത്തിട്ട് വന്നു. പിന്നെ കാളയുടെ കൂടെ തന്നെ കാശിയും കേശുവും ചേട്ടനും അനിയനും കൂടെ വന്നത്. കൗശി കുറച്ച് നേരം അവിടെയൊക്കെ പോയി കാളയുടെ ഒക്കെ കൂടെ എല്ലാം കാണുകയൊക്കെ ചെയ്തു. ഉത്സവം നല്ല സൂപ്പർ ഉത്സവമായിരുന്നു. കൊച്ചമ്പലമാണ് ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം. പക്ഷേ നല്ല സൂപ്പർ ഉത്സവമായിരുന്നു. അവിടെ കുറേ കൊച്ചു പിള്ളേരിപ്പോൾ ഒത്തിരി വളർന്നിട്ട് വരുന്നുണ്ട്. അന്നേരം പിന്നെ അവർക്ക് നല്ലൊരു വൈബായിട്ട് ഉത്സവം അങ്ങ് മാറ്റി. നല്ല സൂപ്പറായിരുന്നു. കുറച്ച് കളിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും നല്ല ഡാൻസും. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതെൻ്റെ വല്യമ്മച്ചിയുടെ മോളാണ്. അവരൊക്കെ അന്നേരം രാത്രിയിലാണ് വന്നത്. ചേച്ചി ജോലിക്കൊക്കെ പോയിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഗാനമേളയ്ക്ക് പോയി. തിരിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിരുന്നു. ഗാനമേളയും നല്ല സൂപ്പർ ഗാനമേളയായിരുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.